പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തൻ എന്നെ വിളിച്ചു ചോദിച്ചു, എടാ എൻ്റെ കയ്യിൽ ഇപ്പം ഏകദേശം 1 കോടി രൂപയുണ്ട്, ഞാൻ വീട് പണിയുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിയൊരു തുകയാണ്. ഇപ്പോൾ പല സ്ഥലത്തും ലോൺ എടുത്തിട്ട് വീട് പണിതിട്ട് ഈ തുക നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ എനിക്കൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നീ തരുമോ എന്നാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചത്. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പം ലോൺ എടുത്തിട്ട് വീട് പണിയുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള പണം ഉപയോഗിച്ചിട്ട് വീട് പണിയുന്നതാണോ കൂടുതൽ നല്ലത്, ഏതാണ് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ, അതിനെക്കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. Once again, welcome back to the Tomichi Tips, powered by Dice Academy. My name is Prince and Dice. Tomichi Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം നമുക്ക് തൊമ്മിച്ചൻ എന്ന് പേരിടാം. തൊമ്മിച്ചൻ, അതായത് തൊമ്മിച്ചനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 1 കോടി രൂപയുണ്ട് വീട് വെക്കാൻ വേണ്ടി. അദ്ദേഹം സ്വരുക്കൂട്ടിയൊരു തുകയാണ്. അപ്പോൾ ഈ തുക ഉപയോഗിച്ച് വീട് പണിയണോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് വീട് പണിയുക, എന്നിട്ട് ഈ തുക നിക്ഷേപിക്കണോ? അപ്പോൾ ഇവിടെ ഞാൻ 1-2 ഓപ്ഷൻസ് ആണ് ഇപ്പം അദ്ദേഹത്തിന് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്ത 1-2 ഓപ്ഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം നമുക്ക് ലോൺ എടുത്ത് വീട് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് 1 കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വീട് പണിയുന്നതിനും ഏകദേശം 1 കോടിയോളം ചിലവ് വരും. അപ്പോൾ നിലവിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 9% ഇൻട്രസ്റ്റ് ആണ്, ഒരു 8.5 to 9% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇദ്ദേഹം സപ്പോസ് ഒരു 20 വർഷത്തേക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു EMI വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഏകദേശം 90,000 rupees, 90,000 രൂപയാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ EMI ആയിട്ട് വരുന്നത്. ടോട്ടൽ റീപേയ്മെൻറ്റ് വരുന്നത് 2,16,00,000 രൂപയോളമാണ് ഏകദേശം റീപേയ്മെൻറ്റ് വരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് 1,16,00,000 രൂപയോളം. അതായത് ഇദ്ദേഹം ഇവിടെ ലോൺ എടുത്തിട്ടാണ് വീട് പണിയണമെങ്കിൽ ഒരു 20 വർഷത്തേക്ക് ലോൺ എടുക്കുന്നു, 9% ഇൻട്രസ്റ്റിലാണെങ്കിൽ ഏകദേശം 90,000 രൂപ EMI വരും. ടോട്ടൽ പേയ്മെൻറ്റ് വരുന്നത് 2.16 CR ആണ്. ഇൻട്രസ്റ്റ് വരുന്നത് ഏകദേശം 1.16 CR ആണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം നിലവിലത്തെ പൈസ ഉപയോഗിച്ച് ആണ് വീട് പണിയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഏകദേശം 1,16,00,000 രൂപ ഇദ്ദേഹത്തിന് സേവ് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ലോൺ എടുത്ത് ഇദ്ദേഹം വീട് പണിയുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 1 കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. 1 കോടി രൂപയുണ്ട്. ഈ 1 കോടി രൂപ ഇപ്പം ഏകദേശം ഒരു 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇപ്പം നമ്മൾ ഒരു 20 വർഷത്തേക്ക് അദ്ദേഹം ഒറ്റത്തവണയായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര, 9,64,00,000 രൂപയാണ്. 9,64,00,000 രൂപ. ഈ ഒരു കണക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ടോട്ടൽ തിരിച്ചടക്കേണ്ടി വരുന്നത് 2,16,00,000 രൂപയാണ്. അതേസമയം ഈ 1 കോടി രൂപ ഇദ്ദേഹം സിംഗിളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അതായത് അദ്ദേഹത്തിന് ആ EMI അടക്കാനുള്ള കപ്പാസിറ്റി ഇപ്പം നിലവിലത്തെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ, അദ്ദേഹം ലോൺ എടുത്തിട്ട് വീട് പണിയാണെങ്കിൽ അദ്ദേഹം നിക്ഷേപിക്കുന്ന 1 കോടി രൂപ ഓൺ ആൻ ആവറേജ് 12% റിട്ടേൺ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 9,65,00,000 രൂപ വന്നത് ഏകദേശം 9,65,00,000 രൂപ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏകദേശം 7.5 കോടി രൂപയോളം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എക്സ്ട്രാ ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് അടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് അവിടെ ഒന്ന് നോക്കാം. എന്തെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന് അടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അടക്കാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 1,76,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് എന്തായാലും 1 കോടി രൂപയല്ല ലോൺ എടുക്കുന്നത്, ഇദ്ദേഹം മന്ത്ലി EMI അടക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് അത്രയൊന്നും ഉണ്ടാവില്ല. അതിനേക്കാൾ ഇപ്പം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇവിടെ നോക്കട്ടെ, ഈ 5 വർഷം കഴിയുന്ന സമയത്ത് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം 88,00,000 രൂപയാണ്. പക്ഷേ ഇവിടെ എത്രയുണ്ട്, 1,76,00,000 രൂപ ഉണ്ട്. അതിൽ നിന്ന് ഈ പറഞ്ഞ 88,00,000 രൂപ അല്ലെങ്കിൽ 90,00,000 രൂപ വിഡ്രോ ചെയ്തിട്ട് ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും 19,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ എമൗണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മന്ത്ലി EMI, അതായത് ഹൗസിംഗ് ലോണിൻ്റെ EMI അടക്കാൻ ഇദ്ദേഹത്തിന് കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി സപ്പോസ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഫുൾ എമൗണ്ട്, അതായത് ഈ പറഞ്ഞ 90,000 EMI അടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല,
അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ 1 കോടി രൂപ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു 6% 50,000 രൂപ വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, SWP വഴി വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ EMI വരുന്നത് 90,000 രൂപയാണ്. 90,000 രൂപ അതിൽ നിന്ന് 50,000 രൂപ ഇത് നമുക്ക് SWP വഴി വിഡ്രോ ചെയ്തെടുക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബാക്കി 40,000 രൂപ മാത്രമേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ 40,000 രൂപ വെച്ച് 240 മാസം 240 മാസം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്യാനാണെങ്കിൽ EMIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 90 ലക്ഷം രൂപയാണ്. 90 ലക്ഷം രൂപയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ലോണിന്റെ ടേം വരുന്നത് 20 വർഷമാണ്. അപ്പോൾ ഓൺ ആൻ അവറേജ് ഇദ്ദേഹത്തിന് 6% വിഡ്രോ ചെയ്യുന്നു, ഇദ്ദേഹത്തിന് ഒരു 12% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് 1,20,00,000 രൂപ ഈ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് വെച്ചാണ് ലോണിന്റെ EMI അടക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന കോർപ്പസിന്റെ വാല്യൂ, അതായത് 1 കോടി ഇപ്പൊ 50,000 രൂപ വെച്ച് 240 മാസം, അതായത് 1,20,00,000 രൂപ 1,20,00,000 രൂപ അടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 2,10,00,000 രൂപ. അങ്ങനെയാണ് ടോട്ടൽ, അതായത് ഇതിന്റെ റീപേയ്മെന്റ് വരുന്നത് ഇതേ ലെവലിലാണ്. പക്ഷേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ റീപേയ്മെന്റ് ചെയ്തതിന് ശേഷം ഇവിടെ ബാലൻസ് ആ സമയമാകുമ്പോഴേക്കും ബാലൻസ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് 7,33,00,000 രൂപ 7,33,00,000 രൂപ ബാലൻസ് ഈ വിഡ്രോവൽ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് അവിടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈവൻ ഇപ്പോൾ വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിലും ആ പൈസ ഈ തരത്തിൽ വളരെ എഫക്റ്റീവായിട്ട് അത് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിലൂടെ ഓട്ടോമാറ്റിക്കലി അവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നോളും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു റെഗുലർ ഇൻകം അതിൽ നിന്ന് വരുത്തി ഇനി സപ്പോസ് ഇപ്പോൾ 1 കോടിക്ക് പകരം 2 കോടി രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഫുൾ EMI ഇദ്ദേഹത്തിന് SWP എന്ന് പറഞ്ഞൊരു മെത്തേഡിലൂടെ തന്നെ ഇദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം. ഈ പറഞ്ഞ 2 കോടി ഇന്ന് നമ്മൾ ടോട്ടൽ എമൗണ്ട് EMIക്ക് വേണ്ട ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു. ഈ ഒരു എമൗണ്ട് ഇൻറ്റു 2 ആകുന്ന സമയത്ത് ഏകദേശം ഒരു 15 കോടി രൂപയോളം ഈ ലോൺ കഴിയുന്ന സമയത്ത് ഒരു സമ്പത്തും ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ ഓൾമോസ്റ്റ് വീട് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ അതിൻ്റെ കൂടി ജസ്റ്റ് കണക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി രൂപയാണ്. 2 കോടി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വെച്ച് എല്ലാ മാസം വിഡ്രോ ചെയ്യുന്നു. നമുക്ക് 90,000 EMIയുടെ ആവശ്യമുള്ളൂ. 2,40,00,000 ടോട്ടൽ വിഡ്രോ ചെയ്യുന്നു. ഏറ്റവും അവസാനം ഇത് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 14,66,00,000 രൂപ, അതായത് ഏകദേശം ഒരു 15 കോടി രൂപയുടെ വെൽത്ത്. അതായത് ഈ വീട് എന്ന് പറഞ്ഞൊരു സംഭവം ഫ്രീ ആയി. അതിനുവേണ്ടി നമ്മളുടെ 1 രൂപ പോലും മുടക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനോ ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടെത്തുക, അവരായിട്ട് ഇരിക്കുക. ഇതൊന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം വളരെ എഫക്റ്റീവായിട്ട് ഈ പറഞ്ഞ മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണലൈസ്ഡ് സർവീസിനെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ ഇപ്പോൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.